മാധ്യമ സുഹൃത്തുക്കളെ, മറ്റ് വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാന വനിതാ സമ്മേളനം ഫെബ്രുവരി ഈ മാസം 20, 21, 22 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. 20-ാം തീയതി പൊതുസമ്മേളനമാണ്, ഗാന്ധി പാർക്കിൽ വെച്ചാണ് നടക്കുന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി നിവേദിത മേനോനാണ്. പ്രൊഫസറാണ്, റിട്ടയർഡ് പ്രൊഫസറാണ്. 2-ാം ദിവസം 21-ാം തീയതി 3 സെമിനാറുകളാണ്. അതിൽ ഒന്നാമത്തെ സെമിനാർ എന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള സെമിനാറാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ജെ ദേവികയാണ്. 2-ാമത്തെ സെമിനാർ എന്ന് പറയുന്നത് സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, അത് സംബന്ധിയായിട്ടുള്ളതാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ചലച്ചിത്ര പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ബീന പോളാണ്. 3-ാമത് ശാസ്ത്രം സ്ത്രീ മുന്നേറ്റത്തിന് എന്ന് പറയുന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാറാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പാപ്പുട്ടി സാറാണ്. ഈ സമ്മേളനം യഥാർത്ഥത്തിൽ 22-ാം തീയതി നടക്കുന്നത് സംഘടനാപരമായി ഉള്ള പ്രമേയങ്ങളും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളുമാണ്. ഈ സമ്മേളനം യഥാർത്ഥത്തിൽ ഈ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, ഇത്തരം സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് അതിക്രമങ്ങൾക്കെതിരെ, തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ, സാംസ്കാരിക ജീർണതയ്ക്കെതിരെ എന്നതാണ്. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്ക് അത് കൃത്യമായിട്ട് അത് വിലയിരുത്താൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ പുരാതനമായിട്ടുള്ള കാലഘട്ടത്തിലെ പോലെ സ്ത്രീകൾ ഇന്ന് വളരെയധികം ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നു. തൊഴിൽ രംഗത്താണെങ്കിൽ സ്ത്രീകൾ വളരെയധികം തൊഴിൽ ചൂഷണങ്ങൾക്ക് മാത്രമല്ല ലൈംഗികമായ ചൂഷണങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ, അവബോധം സമൂഹത്തിൽ നഷ്ടപ്പെടുകയും വളരെ പിന്നോക്കമായിട്ടുള്ള ചിന്താഗതികൾ തിരിച്ച് സമൂഹത്തിലേക്ക് വരികയും അതൊക്കെ കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ വനിതാ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രസക്തമാണ്. നമ്മുടെ നാട്ടില് ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഇത്രയും പ്രതിലോമകരമായ ഒരു സാഹചര്യത്തെ നമ്മൾ പറയുന്നു എങ്കിലും അതേസമയം അതിനെ ചെറുക്കുവാനുള്ള, അതിനെതിരെയുള്ള മുന്നേറ്റങ്ങളും മറുഭാഗത്ത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന അത്തരം മുന്നേറ്റങ്ങളെ, അത്തരം കൂട്ടായ്മകളെ, അത്തരം ചെറുത്തുനിൽപ്പുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെയൊക്കെ ഒരു ഭാഗമായാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഉയർന്ന ഘട്ടമായിട്ടാണ് ഈ സമ്മേളനം 20, 21, 22 തീയതികളിൽ നടക്കുന്നത്. ഇവിടെ അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ സമ്മേളനത്തെ പരമാവധി ജനങ്ങളിൽ എത്തിക്കണമെന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. പരമാവധി കവറേജ് കൊടുക്കണം. ജനങ്ങളിലേക്ക് ഈ സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കുവാനുള്ള എല്ലാ സഹകരണങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന, ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ നിരവധിയായ വിഷയങ്ങളിൽ ഇടപെടുകയും സമൂഹത്തിൽ സ്ത്രീകൾക്ക് വ്യക്തികളെന്ന രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു സംഘടന കൂടിയാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ മാത്രമല്ല, സ്ത്രീകൾ എന്ന രീതിയിൽ സമൂഹത്തിൽ സ്വന്തമായി അഭിപ്രായം പറയാനും സമൂഹത്തിൽ നിലപാടുകൾ എടുക്കുവാനും ശേഷിയുള്ളവർ, സമൂഹത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾ, അവർ അതിനെ അതിജീവിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന സംഘടനയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ നടത്തുന്ന സമരങ്ങൾ, അത് കേരളത്തിന്റെ ചരിത്രം നോക്കിയാൽ നിരവധിയായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ സമീപകാലത്ത് വിജയം വരിച്ചിട്ടുണ്ട്. മൂലമ്പിള്ളിയിലെ കുടിയൊഴിപ്പിക്കൽ സമരം, അതുപോലെ ചെങ്ങറയിലെ ഭൂസമരം, ഇവിടുത്തെ വിളപ്പിൽശാല സമരം, അതുപോലെ കേരയിൽ വിരുദ്ധ പ്രക്ഷോഭം,
നാഷണൽ ഹൈവേ വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കൽ നേരിട്ട ആളുകൾ നടത്തിയ സമരം, ഇതിലെല്ലാം സ്ത്രീകളെ അവർക്ക് ആത്മവിശ്വാസവും കരുത്തും പകർന്നുകൊണ്ട് അവരെ സമരത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിയ പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന. ദേശീയ തലത്തിൽ ആ നിലയിലാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ആശാസമരം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആശാസമരത്തിന്റെ നേതാവ് കൂടിയാണ് ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ യസ്മിനി, പരിചയപ്പെടുത്തേണ്ടതില്ല. അപ്പൊ ആ സമരത്തിലും 8-8.5 മാസത്തോളം നീണ്ടു നിന്ന ആ പ്രക്ഷോഭത്തിലും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരെ ആ സമരത്തിന്റെ മുഖ്യധാരയിലേക്ക് അതിന് പ്രാപ്തരാക്കി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ദിശയിൽ ഇനിയും തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, ഈ നടക്കുന്ന സംസ്ഥാന വനിതാ സമ്മേളനം സമൂഹത്തിന്റെ വ്യത്യസ്ത കോണുകളിലുള്ള സ്ത്രീകളുടെ ഒരു സമ്മേളനം, അതിന്റെ പ്രാതിനിധ്യത്തിന്റെ ഒരു സമ്മേളനമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. സംഘടന മുൻകൈ എടുത്ത് നടക്കുന്ന സംസ്ഥാന വനിതാ സമ്മേളനമാണിത്. ഈ ഇത്തരം സമര മുന്നേറ്റങ്ങളിലെ പ്രതിനിധികളും എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കാളികളാവും. അതോടൊപ്പം തന്നെ സാമൂഹ്യമായ നിരവധിയായ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിക്കുകയാണ്. പക്ഷെ അതിന് കാരണമായിട്ട് വരുന്ന നമ്മുടെ സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക മേഖലയിലെ തകർച്ചയുണ്ട്. മദ്യവും മയക്കുമരുന്നും വലിയൊരു വിപത്തായി ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ പത്രത്തിലും പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. 2 മണിക്കൂറും കൂടെ അഡീഷണൽ കച്ചവടം നടത്താൻ ബാറുകൾ തുറന്നു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് തുടങ്ങുന്ന സമയത്ത് വെറും 29 മദ്യ സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് എത്രയായെന്ന് അതിന്റെ കണക്ക് ഞാൻ പറയേണ്ടതില്ല. ആ സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. 949 ഒക്കെ ആയിട്ട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരും അധികാരത്തിൽ വന്നപ്പോൾ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് പരസ്യം നടത്തിയതെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്ന സമ്പൂർണ്ണമായിട്ടും ഇതൊക്കെ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു. പക്ഷെ നമ്മൾ കാണുന്നത് മദ്യവും മയക്കുമരുന്നും കുത്തി ഒഴുക്കുകയാണ്. മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗം കൂടുക എന്നുള്ള ന്യായീകരണം പറഞ്ഞു. എങ്ങനെയൊക്കെ അത് കൂടുതൽ വ്യാപിപ്പിക്കാവോ അതിനുവേണ്ടിയുള്ള വഴികൾ കണ്ടെടുത്ത്, അതിന്റെ പഴുതുകൾ കണ്ടെടുത്ത് ഗവേഷണം നടത്തിയാണ് മദ്യം ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ യഥാർത്ഥത്തിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാനുള്ള നീക്കങ്ങൾക്ക് പകരം ഇന്നിപ്പോ ഓൺലൈൻ ബുക്ക് ചെയ്യാം, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തത് ഹോം ഡെലിവറി വരെ നടപ്പാക്കാനുള്ള നീക്കങ്ങളിൽ പോകുന്നു. പിന്നെ വേണമെങ്കിൽ നമ്മൾ പോകുന്ന എല്ലായിടങ്ങളിലും പബ്ബുകളൊക്കെ സ്ഥാപിക്കാൻ അവർ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ നടപടികളെല്ലാം വരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങളടക്കം അതിന്റെ ഇരകളും അതുപോലെ കണ്ണികളും ആയിക്കൊണ്ടിരിക്കുകയാണ്. സെക്സ് റാക്കറ്റുകളും അതുപോലെ ലഹരി മാഫിയകളും എല്ലാം ഒന്നിച്ച് തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ട് എത്രയോ സ്ത്രീകളെ മിസ്സിംഗ് ആയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവരെവിടെ പോയി, പെൺകുട്ടികൾ എവിടെ പോയി എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. അത്രയും സാമൂഹ്യ വിരുദ്ധമായൊരു സാഹചര്യം ദേശീയ തലത്തിൽ തന്നെ ഉടലെടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ സംസ്ഥാന സമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളെ ഗൗരവപൂർവ്വം സമൂഹത്തിന്റെയും അധികാരത്തിന്റെയും മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു പരിശ്രമം എന്ന രീതിയിൽ തന്നെയാണ് ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുന്നത്. സെമിനാർ നടക്കുന്നത് പബ്ലിക് ലൈബ്രറി ഹാളിലാണ്. പൊതുസമ്മേളനം ഗാന്ധി പാർക്കിൽ വെച്ചാണ് നടക്കുന്നത്. പൊതുസമ്മേളനം പ്രൊഫസർ നിവേദിത മേനോൻ JNU റിട്ടയർഡ് അധ്യാപികയാണ്. അവര് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ ആ കോളേജിൽ നിന്ന് പിരിഞ്ഞു വന്ന വ്യക്തിയാണ്. സ്ത്രീകളുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹയായ ഒരു വ്യക്തി എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ അവരെ വിളിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമ്മേളനം ഒരു ചടങ്ങല്ല, മറിച്ച് അതിന്റെ സംഘാടന രംഗത്ത് കുറച്ചുകൂടെ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പ്രവർത്തനം കൂടിയാണ് സമ്മേളനം. അതുകൊണ്ട് സമ്മേളനത്തിന് ശേഷം തീർച്ചയായും സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമെമ്പാടും കഴിഞ്ഞ മാസങ്ങളായി വലിയ പ്രവർത്തനങ്ങൾ ഏറ്റവും ഗ്രാമങ്ങളിലും അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഇടയിലും ആദിവാസികളുടെ ഇടയിലും മത്സ്യമേഖലയുടെ ഇടയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ജീവിത പ്രയാസങ്ങൾ, ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഇന്ന് തൊഴിൽ മേഖലയിൽ വളരെ വലിയ കൂടുതലാണ്. അതെല്ലാം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ആശാ വർക്കർ, അംഗൻവാടി, മിഡ് ഡേ മീല്, മത്സ്യബന്ധന മേഖലകൾ, കൈത്തറി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഹരിതകർമ്മസേന, ഇവിടെയൊക്കെ സ്ത്രീകളാണ് പണിയെടുക്കുന്നത്. അവർ വളരെയധികം ജീവിത പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ പ്രയാസങ്ങളോടൊപ്പം തന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യം, അതിൻ്റെ രാഷ്ട്രീയ ബോധം കൂടെ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ചലനം തീർച്ചയായിട്ടും ഉണ്ടാക്കും. വരും കാലങ്ങളിലെ പ്രക്ഷോഭങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാകും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്.
ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.